നമസ്കാരം. ഷെക്കീന ഫയർ റൂമിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. UK, കാനഡ, ജർമ്മനി ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് പതിനായിരക്കണക്കിന് മലയാളികൾ വരും വർഷങ്ങളിൽ തിരിച്ചു വരേണ്ട സാഹചര്യമാണ് ഈ രാഷ്ട്രങ്ങളിൽ രൂപപ്പെടുന്നുള്ള വാർത്തകൾ സമീപനാളുകളിൽ നമ്മൾ ഏറെ ഞെട്ടലോടെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ വിദേശത്ത് നിന്ന് മലയാളികളായ ചെറുപ്പക്കാർ തിരിച്ചു വരുമ്പോൾ അവരെ സ്വീകരിക്കുവാൻ നമ്മുടെ നാട് സജ്ജമാണോ? അവർ തിരിച്ചെത്തിയാൽ അവർക്ക് തൊഴിൽ നൽകാൻ നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് കെൽപ്പുണ്ടോ? നമ്മുടെ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആശയങ്ങളും നിലപാടുകളും നമ്മുടെ ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള ഡോക്യുമെന്റിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇത്തരം വിഷയങ്ങളിൽ ഗൗരവമായ ചർച്ചകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടോ? എന്താണ് ഈ പ്രതിസന്ധിക്ക് പരിഹാരം? ഈ വിഷയവുമായി ഷെക്കീന ഫയർ റൂം നമ്മൾ വീണ്ടും ആരംഭിക്കുന്നു. എൻ്റെ കൂടെയുള്ളത് ഡോക്ടർ കൊച്ചുറാണി ജോസഫ്, ഭാരത് മാതാ കോളേജിലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുൻ മേധാവി, ഒപ്പം ഡോക്ടർ സെമിച്ചൻ ജോസഫ്, മൂവാറ്റുപുഴ നിർമ്മല കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ. രണ്ടുപേർക്കും പ്രിയ പ്രേക്ഷകർക്കും ഷെക്കീന ഫയർ റൂമിലേക്ക് സ്വാഗതം. ഞാൻ ടീച്ചറിൽ ഈ ചർച്ച ആരംഭിക്കുകയാണ്. നമ്മൾ പല ഘട്ടങ്ങളിൽ പല വേദികളിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ് വിദേശത്തു നിന്നുള്ള ആളുകളുടെ തിരിച്ചുവരവ്. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു എന്ന വിധമുള്ള ചർച്ചകളൊക്കെ നമ്മൾ മുമ്പിലുണ്ട്. നമ്മൾ ഈ സമീപ നാളുകളിൽ നമ്മുടെ ബഡ്ജറ്റൊക്കെ വരുമ്പോഴും നമ്മൾ ഇതിലേക്ക് വായിക്കാവുന്ന ചില കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനുമുണ്ട്. അപ്പം നമ്മുടെ ചോദ്യം, ഇത്രയും മനുഷ്യർ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യമാണല്ലോ നമ്മുടെ മുമ്പിലുള്ളത്. അവരെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ അവർക്ക് തിരിച്ചിവിടെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായതൊരു പ്രതിസന്ധിയാണ്. പക്ഷേ അവർ തിരിച്ചെത്തുമ്പോൾ അവരെ സ്വീകരിക്കുവാൻ നമ്മുടെ നാട് സജ്ജമാണോ? സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും മറ്റെല്ലാ അർത്ഥത്തിലും നമ്മുടെ നാട് സജ്ജമാണോ എന്നതാണ് നമ്മളുടെ ആദ്യ ചോദ്യം. ഒരു റിവേഴ്സ് മൈഗ്രേഷൻ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാനും ആവില്ല. ഒരു കാലഘട്ടത്തിൽ മേ ബി ഒരു 20 വർഷത്തിന് മുമ്പോ 30 വർഷത്തിന് മുമ്പോ ഈ യൂറോപ്പോ അല്ലെങ്കിൽ ജർമ്മനിയോ കാനഡയോ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ചേക്കേറിയവർക്കുണ്ടായ അനുഭവങ്ങളല്ലല്ലോ ഇപ്പോൾ പോകുന്നവർക്കുള്ളത്. പല കാരണങ്ങളുണ്ട്. അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ജോലി സാധ്യതകളുടെ, അവരുടെ തുടർ വിന്യാസത്തിൻ്റെയൊക്കെ പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ചിലരെങ്കിലും തിരിച്ചു വന്നാലോ എന്ന് ചിന്തിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. വെദർ കേരള എക്കോണമി ഈസ് എക്വിപ്ഡ് ടു അക്സെപ്റ്റ് ദം ആൻഡ് റിസീവ് ദം, ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. നമ്മൾ പരമാർത്ഥതയോട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ആയിട്ടില്ല, പക്ഷേ പ്രതീക്ഷയ്ക്ക് വകുപ്പുണ്ട്. കാരണം നമ്മുടെ രാജ്യത്ത് ലാൻഡ് വാല്യൂ വല്ലാതെ കുറഞ്ഞു. ലാൻഡ് വാല്യൂ പ്രത്യേകിച്ച് റിമോട്ട് ഏരിയയിൽ, ഇപ്പോൾ സിറ്റികളിലുള്ള ചെറിയ 5 സെൻറ്റ് 10 സെൻറ്റൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മധ്യ തിരുവിതാംകൂറിൽ നിന്നാണ് ഒരു വലിയ ഗാങ് പോയിരിക്കുന്നത്. അവിടെയൊക്കെ ഏക്കർ കണക്കിന് ഭൂമിയുടെ വാല്യൂ അങ്ങ് കുറഞ്ഞു പോയതിൻ്റെ കാരണം ഇനി ഒരിക്കലും വരത്തില്ല എന്ന് വിചാരിച്ചത് കൊണ്ടും ഇതെങ്ങനെയെങ്കിലും കിട്ടണ വിലയ്ക്ക് വിറ്റേക്കാം. കാരണം ഇവർക്ക് ഇവിടെ നിന്ന് അവിടെ ചെല്ലുമ്പോൾ അവിടെ മേടിക്കണം, അവിടുത്തെ EMIയും എല്ലാം കൂടി മീറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് കിട്ടണ വിലയ്ക്ക് വിറ്റ്. തിരിച്ചു വരുമ്പോൾ എക്കണോമിക്കലി ഒന്ന് സംഭവിക്കാൻ പോണത് വീണ്ടും ഇവിടുത്തെ ലാൻഡ് വാല്യൂ കൂടാം. ലാൻഡ് വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ടാക്സ് കപ്പാസിറ്റി കൂടാം. ഇവരൊക്കെ തിരിച്ചു വരുമ്പോഴത്തേക്കും ചെയ്യാൻ പറ്റുന്ന, കൊടുക്കാൻ പറ്റുന്ന വൈറ്റ് കോളർ ജോബുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴില്ല. പക്ഷേ ഒരു MSME പോലുള്ള സംരംഭകത്വത്തിന് പറ്റിയ ഒരു വളക്കൂറുള്ള മണ്ണാണ് കേരളം. പലപ്പോഴും നമ്മൾ പല ചർച്ചകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേരള എക്കോണമി ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള 2 ഫീൽഡാണ് ഇവിടുത്തെ ടൂറിസം സെക്ടറും ഇവിടുത്തെ ആയുർവേദ സെക്ടറും. അത് പറയാൻ കാരണം കേരളത്തിൻ്റെ തനതായ വിഭവങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ചില തടാകങ്ങൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ചില തടാകങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾക്കും ഇതിനേക്കാൾ എത്രയോ ഭംഗിയുള്ള നാച്ചുറൽ തടാകങ്ങൾ, പുഴകൾ ഇവിടെയുണ്ട്. പക്ഷെ നമുക്ക് ആ ടൂറിസം ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്ത്, അപ്പോൾ ഇവരെയൊക്കെ അബ്സോർബ് ചെയ്യണമെങ്കിൽ ഇത് രണ്ടുമാണ് ഇത്രയും നാളും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത്തവണത്തെ ബഡ്ജറ്റിൽ VD സർക്കാർ കുറച്ചുകൂടി മുന്നോട്ട് വന്നിട്ട് സമുദ്ര എക്കോണമി, മിഷൻ സമുദ്ര മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് കേരളത്തിൻ്റെ കടലോര പ്രദേശങ്ങളെ കുറച്ചുകൂടി ജോലി സാധ്യതയുള്ളതാക്കി മാറ്റുക. അതിനോട് ചേർന്നാണ് വിഴിഞ്ഞത്തുള്ള വരാൻ പോകുന്ന ഷിപ്പ് യാർഡ്, അതോടൊപ്പം തന്നെയുള്ള ചില ഏവിയേഷൻ പ്രോഗ്രാംസ്, നെടുമ്പാശ്ശേരിയിൽ വരാൻ പോകുന്ന എന്താ പറയുക സംരംഭകരുടെ കൺവെൻഷൻ സെൻറ്റർ, ഓണ്ടർപ്രണേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള ചില പദങ്ങൾ ഇത്തവണത്തെ ബഡ്ജറ്റിൽ കയറിയിട്ടുള്ളത് കൊണ്ട് ഒരുപക്ഷെ തിരിച്ചു വരുന്നവർക്ക് സംരംഭകത്തിനുള്ള സാധ്യതകൾ ഇവിടെ ഉണ്ട്. അത് വേണമെങ്കിൽ ഒരു കാര്യമുണ്ട്, പക്ഷേ ഗവൺമെൻറ് ബാങ്കുകളോടും മറ്റ് പണമിടപാട് സ്ഥാപനങ്ങളോടും അല്പ സബ്സിഡിയോടുകൂടിയും പലിശ കുറച്ചും സംരംഭകത്വ വായ്പ കൊടുക്കാൻ
ഓർഡർ ഇടണം. ഓർഡർ ഇട്ടാൽ മാത്രമേ ഇവിടെ ലോൺ എടുത്ത്, അല്ലെങ്കിൽ നമ്മൾ വരവേൽപ്പ് സിനിമയിൽ കണ്ടതുപോലെ പിന്നെ ആ ബസ്സും കൊണ്ട് ഓടി നടന്ന് അവസാനം വിഷമിക്കുന്ന ഒരു നായകൻ്റെ ചിത്രം നമ്മൾ കാണുന്നുണ്ട്. ആ അവസ്ഥ വരാതിരിക്കണമെങ്കിൽ ഇവിടെ അതിനനുകൂലമായ സ്വയം തൊഴിൽ, സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീമിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ പറയുന്നത്, വൈറ്റ് കോളർ ജോബ്. അപ്പോൾ അതിനനുകൂലമായ വളക്കൂറുള്ള ഒരു മണ്ണ് ഇവിടെ സൃഷ്ടിക്കേണ്ടതുണ്ട്. തീർച്ചയായും. ഡോക്ടർ സെമിച്ചൻ, അങ്ങ് UK-യിൽ 3 വർഷത്തിലധികം അവിടെ ജോലി ചെയ്ത് നാട്ടിലേക്ക് തിരികെ വന്ന് ഇവിടെ അങ്ങയുടെ പ്രസ്ഥാനങ്ങളും കോളേജ് വിദ്യാഭ്യാസ അധ്യാപനവും ഒക്കെയുമായി മുന്നോട്ട് പോകുന്ന ഒരാളാണല്ലോ. ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ധാരാളം മലയാളികൾ ഉൾപ്പെടുന്ന ചെറുപ്പക്കാർ ഈ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമോ? അത്രയ്ക്ക് ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യം ജനറലൈസ് ചെയ്തില്ലെങ്കിൽ പോലും പല കോണുകളിലും ഈ വലിയ പ്രതീക്ഷയുടെ മരുപ്പച്ച തേടിയുള്ള യാത്രയ്ക്കൊടുവിൽ അതൊന്നുമല്ലെന്ന് തിരിച്ചറിഞ്ഞ് സാമ്പത്തിക കെണിയിൽ വന്ന് 30-40 ലക്ഷം രൂപയൊക്കെ ലോൺ എടുത്ത് തിരിച്ചു വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി വരുന്നു എന്നത് സത്യം തന്നെയാണ്. റിവേഴ്സ് മൈഗ്രേഷനെ കുറിച്ച് നമ്മൾ പൊതുവെ പറയുന്ന ഒരു ആശങ്കപ്പെടുത്തുന്ന ഫാക്ടറുകൾ എനിക്ക് അത്ര കണ്ട് സയന്റിഫിക് ആണെന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. നമ്മൾ ഈ പറയുന്ന അത്രയും തോതിൽ ആൾക്കാർ തിരിച്ചു വരണമെന്നില്ല. മറിച്ച് നല്ലൊരു പങ്ക് ആൾക്കാർ ഒരു പക്ഷേ സമീപ ഭാവിയിൽ വന്നേക്കാം. ഒരു വരുമ്പോഴുള്ള ഒരു വലിയ വ്യത്യാസം ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. ഇപ്പം ഞാൻ UK-യിൽ പോയ കാര്യം പറഞ്ഞു. ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ കൃത്യമായ ഒരു ടൈം ഫ്രെയിം വെച്ചിട്ടാണ് യാത്ര പോകുന്നത്. ഞാൻ 3 വർഷം എന്ന് പറയുന്ന ഒരു ടൈം ഫ്രെയിം വ്യക്തിപരമായി ഞാൻ തന്നെ സെറ്റ് ചെയ്തൊരു ടൈം ഫ്രെയിമിലൂടെയാണ് പോകുന്നത്. പക്ഷെ നമ്മുടെ കുട്ടികൾ പലരും പോയിട്ടുള്ളത് അങ്ങനെ ഒരു ടൈം ഫ്രെയിമിലൂടെയല്ല, അവരൊരു ലോങ് ടൈമിലേക്കുള്ള ഒരു യാത്രയായിട്ടാണ്. ഒരു പക്ഷേ നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ ഒരിക്കലും തിരിച്ചു വരാൻ പാടില്ലാത്ത ഒരു തരം പ്രവാസത്തിന്റെ ഒരു അനുഭവത്തിലൂടെ ആയിരിക്കും അവരുടെ യാത്ര പോയിട്ടുണ്ടാവുക. പക്ഷെ തീവ്ര വലതുപക്ഷ നിലപാടുകളുള്ളവർ UK-യിലാണെങ്കിലും അതുപോലെ മറ്റ് രാജ്യങ്ങളിൽ അയർലൻഡിലും കാനഡയിലും ഒക്കെയുള്ള തീവ്ര വലതുപക്ഷ സ്വഭാവമുള്ള മൂവ്മെന്റുകൾ, റൈറ്റ് വിങ് മൂവ്മെന്റുകൾ ശക്തരാകുകയും അത് മൈഗ്രന്റ് കമ്മ്യൂണിറ്റിയുടെ സ്വത്വബോധത്തെ വല്ലാതെ കണ്ട് മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ, അത് ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് നമുക്ക് ചിലരൊക്കെ പറയുന്നുണ്ടെങ്കിലും അത്ര കണ്ട് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ തോന്നിയിട്ടുള്ളത്. അവിടെ പലപ്പോഴും ഈ ഒരു തരം അന്യതാബോധം നമ്മുടെ പ്രത്യേകിച്ച് മലയാളികൾ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ പലതും മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കൾച്ചറിൽ, നമ്മുടെ സംസ്കാരത്തിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം, വൈകുന്നേരം പോയിട്ട് ഒരു ചായക്കടയിൽ പോയി ഒരു കപ്പ് ചായ കുടിക്കാൻ ആഗ്രഹിക്കാത്ത മലയാളി ആരാ ഉള്ളത്? അത്തരം ഒരുപാട് സോഷ്യലൈസേഷൻ രീതികൾ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. മൈഗ്രന്റ് കമ്മ്യൂണിറ്റീസ് പലതും അവരുടേതായ രീതിയിൽ പുതിയ പുതിയ സോഷ്യലൈസേഷൻ രീതികൾ കണ്ടെത്തുകയും അത്തരം കൂട്ടായ്മകളൊക്കെ രൂപീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു സൈഡിലാണ്. അത് കൂടുതലായിട്ടുള്ളത് ഒരു 15-20 വർഷം മുൻപ് കുടിയേറിപ്പെട്ട ആൾക്കാരുണ്ട്. അവരും അവരുടെ തലമുറയും ഒക്കെയാണ് ആ തരത്തിൽ അവരുടേതായ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്തുള്ള ഒരു 4-5 വർഷങ്ങൾക്ക് മുൻപുണ്ടായ ആ ഒരു എസ്പെഷ്യലി ബ്രെക്സിറ്റിന് ശേഷമാണ് UK വലിയൊരു ഓപ്പണിംഗ് ഉണ്ടായത്. നമുക്കറിയാം, ബ്രെക്സിറ്റിന് ശേഷം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർ വലിയ തോതിൽ അവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോയപ്പോൾ അവിടെ ഒരു വാക്വം ഉണ്ടായി. ആ വാക്വത്തിലേക്ക് കടന്നു വന്നത് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്, എസ്പെഷ്യലി മലയാളീസ് ആണ്. ഒരു വലിയ നമ്പർ മലയാളീസ് കെയർ ഹോമുകളിലും അതുപോലെ നേഴ്സിംഗ് ഹോമുകളിലും ഒക്കെ ജോലിയായിട്ട് അവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇവരൊരു വല്ലാത്ത പ്രതിസന്ധിയിലാണ്. അത് ടീച്ചർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. കാരണം അതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. കാരണം ഇവര് പലരും വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വരുന്ന 50 ലക്ഷമൊക്കെ ഒത്തിരി അതും അതിനപ്പുറം അതുക്കും മേലെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അപ്പൊ ഈ റൈറ്റ് വിങ് മൂവ്മെന്റ്, കെയ്റ്റ് സ്റ്റാമർ രാജിവെച്ചു, വരാൻ പോകുന്നത് തീവ്ര വലതുപക്ഷമായിരിക്കുമോ എന്നൊരു ആശങ്ക വല്ലാതെ കണ്ടുണ്ട്. അപ്പൊ ഇവര് വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും അവരുടെ പോളിസി ചേഞ്ച്? നിലവിലുള്ള എല്ലാവരും പോകണമെന്നോ അല്ലെങ്കിൽ ഒരു ഡേറ്റിന് ശേഷമുള്ളവർക്ക് എന്താ പറയാ PR കൊടുക്കില്ല എന്നൊക്കെയുള്ള നിയമം വരുമോ എന്നുള്ള ആശങ്കയൊക്കെയുണ്ട്. പക്ഷെ ആ രാജ്യത്തിന്റെ ഒരു ഞാനവിടെ കുറച്ചു നാൾ താമസിച്ച അനുഭവത്തില് പെട്ടെന്ന് ഇവരെല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമെന്ന് കരുതുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു വലിയ തോതിലൊരു ഒഴുക്കൊന്നും ഉണ്ടാവില്ല. പക്ഷെ സ്വാഭാവികമായിട്ടും കുറെ അധികം പേര് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഞാൻ അവിടെ ഉള്ള സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിക്കും. അവർക്കൊക്കെ പലർക്കും തിരിച്ചു വരണമെന്ന് വലിയ തോതിൽ ആഗ്രഹമുള്ളവരുണ്ട്. ഇനി അതിനകത്ത് ഞാൻ ഒരു കാര്യം കൂടി പറയാം. പുരുഷന്മാര് ഭൂരിപക്ഷവും തിരിച്ചു വരാൻ ആഗ്രഹിക്കുകയും
സ്ത്രീകളും കുട്ടികളും തിരിച്ചു വരാൻ ആഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതിന്റെ കാര്യകാരണങ്ങൾ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ശരി, എന്തുകൊണ്ട് പുരുഷന്മാർ മാത്രമല്ല, അതൊക്കെ ഒരു ജെൻഡർ വിഷയമാണ്. ജെൻഡർ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ജെൻഡർ സെൻസിറ്റൈസേഷൻ അല്ലെങ്കിൽ ജെൻഡർ പാരിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്നത് കുറച്ചുകൂടി സ്ത്രീകൾ അനുഭവിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലാണ്, സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളെക്കാളേറെ. കാരണം നമ്മുടെ പാട്രിയാക്കി എന്ത് പറഞ്ഞാലും പാട്രിയാക്കി തന്നെയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് ഭർത്താവ് ട്രെയിനിങ്ങിന് പോവുകയാണ്. അപ്പോൾ ഞാൻ ഭാര്യ ഭർത്താവിനേക്കാളും കേപ്പബിളാണ്, എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഭാര്യയോടും കൂടി ചോദിച്ചു, ഒന്ന് പോകാൻ മേലായിരുന്നു, നല്ല ട്രെയിനിങ് അല്ലേ, 40 days ട്രെയിനിങ് വിദേശത്താണ്. അപ്പം ഞാൻ പറഞ്ഞ് കുറച്ച് സ്പോൺസേർഡാണ്, അധികം പൈസ കൊടുക്കേണ്ട, സ്ത്രീകൾക്ക് വീണ്ടും അതിനകത്ത് 50% റിഡക്ഷനൊക്കെ ഉള്ള ട്രെയിനിങ്ങാണ്. ഞാൻ പറഞ്ഞ് പോകാൻ മേലെ, മാമിനും കൂടി പോകാൻ മേലെ ചോദിച്ചപ്പോൾ മാഡം എന്നോട് പറഞ്ഞ് ഉത്തരം ഇതാണ്, എന്തിനാ പോയിട്ട് വന്നു കഴിഞ്ഞ് ഇതേ സാമ്പാറും ഇതേ അവിയലും ഉണ്ടാക്കാനല്ലേ. അതാണ് കേരളം. നമ്മുടെ ഒരു ടീച്ചർ, നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ഇനി മാറിയിട്ടില്ല അല്ലെ. കുറെ അധികം ഒരു ബ്ലോക്ക് ഉണ്ട് എവിടെയൊക്കെയോ. അപ്പൊ അവിടെയുള്ള സ്ത്രീകൾ പറയുമ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഇവിടെ നടക്കുന്ന പോലെ ഞങ്ങൾക്ക് നടക്കാൻ പറ്റുമോ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് എഴുന്നേക്കാൻ പറ്റുമോ, ഇഷ്ടമുള്ള സ്ഥലത്ത് യാത്ര ചെയ്യാൻ പറ്റുമോ അല്ലെ. അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. അതേസമയം ഇവിടെ പുരുഷന് കുറച്ചും കൂടി സ്വാതന്ത്ര്യം ഉണ്ട് അല്ലെ, നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോവാം. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊരാൾ തന്നിട്ടുണ്ടാകേണ്ടതല്ല, സ്വാതന്ത്ര്യം ഉള്ളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ബട്ട് സ്റ്റിൽ നമ്മുടെ ഒരു ഏഷ്യൻ, ഇന്ത്യൻ, കേരള കൾച്ചറിൽ ഈവൻ ഇപ്പോഴും ഗിവിങ് ആണ്. ചില ഭർത്താക്കന്മാരെങ്കിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ അവൾക്ക് നല്ല സ്വാതന്ത്ര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെന്താ, ഞാൻ കൊടുക്കേണ്ട ഒന്നാണ് ഈ സ്വാതന്ത്ര്യം, ഞാൻ കൊടുക്കേണ്ട. അപ്പൊ സ്ത്രീകൾ സ്വയം ആർജിച്ചെടുക്കേണ്ട ഒന്നാണ്. പക്ഷെ ഫ്രീഡം വിത്ത് റെസ്പോൺസിബിലിറ്റി അത് ആർജിച്ചെടുക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ പ്രശ്നം സ്ത്രീകളും കുട്ടികളും. പിന്നെ രണ്ടാമത്തെ കാര്യം, സ്ത്രീകൾക്ക് കുറച്ചുകൂടി അവിടെ കെയർ ഹോംസും മറ്റ് ജോലികളും കുറച്ചുകൂടി വെൽ പെയ്ഡാണ് കമ്പയർഡ് ടു പുരുഷന്മാർ. അത് കെയർ ഹോംസിൽ പുരുഷന്മാർ പലരും ചിലപ്പോൾ വാൾ സ്ട്രീറ്റിലോ മക്ഡൊണാൾഡ്സിലോ ഒക്കെ ആയിരിക്കാം നിൽക്കുന്നത്. അവിടെയും ഈക്വലി പെയ്ഡ് ആണ് ആണല്ലേ, ഒരേ ജോലിക്ക് ഒരേ കൂലിയാണ്, രണ്ടുപേരും ഒരിടത്താണ്. ഞാൻ പറഞ്ഞ കെയർ ഗിവർ അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമിലെ ഒരു ഇതും മറ്റൊന്നും തമ്മിൽ വ്യത്യാസം. കാരണം ഞാൻ ഈ ഓസ്ട്രേലിയയിൽ ചെന്നപ്പോഴത്തേക്കും, ഞാനൊരു ഫാമിലിയുടെ കൂടെ താമസിച്ചപ്പോഴത്തേക്കും ഭർത്താവ് 2 കൂട്ടുകാരും കൂടി ചേർന്നിട്ട് ഈ പെട്രോൾ പമ്പിനോട് ചേർന്ന് ഈ സൂപ്പർ മാർക്കറ്റും ഒരു കഫ്തീരിയൊക്കെ കൂടിയുള്ള ഒരു കൾച്ചറാണ് അവിടെ. ഇത് ഏറ്റെടുത്ത് നടത്തുവാണ്. ഭർത്താവും 3-4 പേര്. ഇവിടെ എല്ലാം ഭാര്യമാര് നേഴ്സുമാരാണ് ഓസ്ട്രേലിയയിൽ. ഭാര്യമാര് വെൽ പെയ്ഡാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യണമെന്ന്, ഭാര്യയുടെ ഡ്യൂട്ടി അനുസരിച്ചാണ് ഇവര് ഭർത്താക്കന്മാര് ഈ ഇവിടെ പോയി നിൽക്കുന്നത്. ഈ സൂപ്പർ മാർക്കറ്റ് അല്ല, ഒരു കഫ്തീരിയ മോഡൽ സംതിങ്, എന്നാൽ ചെറിയൊരു സൂപ്പർ മാർക്കറ്റും കൂടിയാണത്. അപ്പോൾ ഇവിടെ പോയി നിൽക്കുന്നു. അപ്പം ഞാൻ അവരോട് ചോദിച്ചാൽ എന്താ, ഇതിൽ പലരും ബിടെക്കുകാരൊക്കെ ഉണ്ട്, ഇവർ പലരും ബിടെക്കും ഒക്കെ ക്വാളിഫൈഡും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഇതാണ്, ഇവർക്ക് നല്ല പേയ്മെന്റ് ഉണ്ട്, ആഴ്ചയിൽ ഇത്ര ദിവസമൊക്കെ വർക്ക് ചെയ്താൽ. അപ്പൊ അതിന്റെ കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്. പിന്നെ സ്ത്രീകളുണ്ടല്ലോ, വേറെ പോയിട്ടുള്ളത്, സ്ത്രീകൾ ഇവിടെ എപ്പോഴും സ്ത്രീകൾ പ്രൊവൈഡേഴ്സ് ആണ്. ശരാശരി വീട്ടമ്മ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ 98% കേരള വിമനും രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ ആദ്യം ചിന്തിക്കേണ്ടത് എന്താ ഉണ്ടാക്കണ്ടേന്നാണ്. വിദേശത്ത് അങ്ങനെയല്ല, നമുക്ക് എന്താ ഉണ്ടാക്കണ്ടേന്നാണ്. അപ്പൊ രണ്ടുപേരും കൂടി ചേർന്നൊരു കൾച്ചറാണ് അവിടെ ഉള്ളത്. അതിന്റെ ഡിഫറൻസ് ഒത്തിരി ഉണ്ട്. ശരി. അപ്പൊ ഈ കുടിയേറ്റത്തിന് ഒരു കാരണം, വിദേശ രാജ്യങ്ങൾ ആളുകൾ പോകുന്നതിന് ഒരു കാരണം അത് ഒരു സമ്പത്തിന്റെ പ്രശ്നം മാത്രമല്ല. അടിസ്ഥാനമായിട്ട് ഇതെല്ലാം ഒരു സമ്പത്തിന്റെ പ്രശ്നം തന്നെയാണ്. എത്രയൊക്കെ നമ്മൾ പറഞ്ഞാലും അതിനുള്ളിൽ വരുന്ന ഒരു ഇതിന് അവിടെ നിലനിർത്താനുള്ള ഒരു പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഫാക്ടേഴ്സിൽ ഒന്ന് ഈ ഒരു സ്വാതന്ത്ര്യമാണ്. 2 അക്സെപ്റ്റൻസ് ആണ്. 3 ഏത് ദുർബല വിഭാഗത്തെയും ചേർത്ത് പിടിക്കുന്നു. ഇപ്പൊ അങ്ങ് പറഞ്ഞ ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ആളുകളെ സർക്കാർ സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ ദുർബലമായ വിഭാഗങ്ങളെ അല്ലെങ്കിൽ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയ കമ്മ്യൂണിറ്റിക്ക് സോഷ്യൽ സെക്യൂരിറ്റി, അത് തന്നെ എക്സാക്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആ ഒരു സാമൂഹിക സുരക്ഷ, സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ അവിടെ ഒരു വലിയൊരു കാര്യമാണ്. നമ്മൾ തിരിച്ചു വരാം. ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയൊരു സാധ്യതയിൽ നിന്നാണ് ഇവരെ തിരിച്ചു വരേണ്ട ഒരു സാഹചര്യം, അതിന്റെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളും ഇതൊക്കെ വരുമ്പോൾ തിരിച്ചു വരേണ്ട ഒരു സാഹചര്യം വരുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ മുമ്പിൽ നമ്മൾ എപ്പോഴും പറയുന്നത്, അല്ലെങ്കിൽ അവർ തിരിച്ചു വരുമ്പോൾ നമുക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ അവരെ പ്രോത്സാഹിപ്പിക്കാം എന്നൊക്കെയാണ് പറയുക. എല്ലാ ചർച്ചകളിലും നമ്മൾ പൊതുവെ കേൾക്കുന്ന ഒന്നാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ അത്രമേൽ ജോലി ഉണ്ടോ, അത്രമേൽ ജോലി സാധ്യത ഈ രാജ്യത്തുണ്ടോ എന്നൊരു സന്ദേഹം പോലും പലർക്കും ഉണ്ടാകും. പക്ഷെ നമ്മുടെ നാട്ടിൽ ജോലി ഇല്ലാത്തതല്ല അല്ലെ. നമ്മുടെ രാജ്യത്ത് തന്നെ നാട്ടിൽ തന്നെ 40-50 ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്താണ്. അപ്പൊ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ ഒരു
കോളറിന്റെ കളർ അല്ലെങ്കിൽ ബ്ലൂ കോളർ, വൈറ്റ് കോളർ എന്ന വേർതിരിവൊന്നുമില്ല. എല്ലാവരും അല്ലെങ്കിൽ ഒരേ ഡിഗ്നിറ്റി ഓഫ് ഡിഗ്നിറ്റി ഓഫ് ലേബർ. ഈ ഡിഗ്നിറ്റി ഓഫ് ലേബർ ആണോ മറ്റൊരു ഫാക്ടറായി വരുമ്പോൾ? ആ ഡിഗ്നിറ്റി ഓഫ് ലേബറിന് നമുക്ക് ഈ നാട്ടിൽ ആ ഒരു വിശാല മനസ്കതയോടെ എല്ലാ ജോലികളെയും അല്ലെങ്കിൽ എല്ലാ ജോലി ചെയ്യുന്ന ആളുകളെയും നമ്മുടെ സൊസൈറ്റിക്ക് അവരെ ഒരുമിച്ച് ചേർത്ത് പിടിക്കാൻ പറ്റുകയാണെങ്കിൽ ഈ നാട്ടിൽ വന്നാൽ അതിനും അപ്പുറത്തേക്ക് അവസരങ്ങൾ ഈ രാജ്യത്ത് തന്നെ, ഈ നാട്ടിൽ തന്നെ ഉണ്ട് എന്ന് തന്നെ കരുതാമോ? ഞാൻ അതിനെ വളരെ പോസിറ്റീവായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, വളരെ പോസിറ്റീവായിട്ട്. കാരണം ഈ റിവേഴ്സ് മൈഗ്രേഷനിൽ വരാൻ സാധ്യതയുള്ളവരെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ അടുത്ത കാലത്ത് പോയിട്ടുള്ളവരാണ്. ഈ അടുത്ത കാലത്ത് പോയിട്ടുള്ള ഭൂരിപക്ഷം ആൾക്കാരും സ്റ്റുഡൻസ് ആയിട്ട് പോയിട്ടുള്ളവരാണ്. നമ്മുടെ രാജ്യത്ത് നിന്ന് വിദേശത്ത് ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി പോയിട്ടുള്ളവർ, 1 വർഷത്തെയും 2 വർഷത്തെയും ഒക്കെ ചെറിയ കോഴ്സുകൾ പഠിച്ചിട്ട് സ്റ്റേ ബാക്ക് പീരീഡ് കഴിയുമ്പോൾ ആ പുതിയ നിയമം അനുസരിച്ച് അവർക്കൊരു കെയർ ഹോമിലോ എവിടെയെങ്കിലും വിസ കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ തിരിച്ചു വരേണ്ടി വരും. ഈ കുട്ടികൾ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ചൂടും ചൂരും അനുഭവിച്ച് വരുന്നവരാണ്. ഞാൻ അതിനെ ആ ഒരു പോസിറ്റിവിറ്റിയിലേ പറയാം. കാരണം ഞാൻ കണ്ടിട്ടുണ്ട്, എന്താ പറയാ, തണുപ്പത്ത് അല്ലെ, വലിയ അതിശൈത്യത്തിൽ -1 ഡിഗ്രിയിലും 2 ഡിഗ്രിയിലും ഒക്കെ വെയർ ഹൗസുകളിൽ 25 കിലോയും 30 കിലോയും ഒക്കെയുള്ള ചാക്ക് ചുമക്കേണ്ടി വരുന്ന ചെറിയ നമ്മുടെ +2 കഴിഞ്ഞ് പോകുന്ന 19 വയസ്സുകാരൻ 18 വയസ്സുകാരനൊക്കെ ഇങ്ങനെ ചാക്ക് ചുമന്ന് പോകുന്ന, അല്ലെങ്കിൽ അത്രയും മണിക്കൂറുകൾ അവർ ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആകെ മനസ്സിലായി ഒരു ആഴ്ചയിൽ ഒരു 20 hours ഒക്കെയാണ് അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നത്. അത് ഇല്ലീഗലായിട്ട് ക്യാഷ് ഇൻ ഹാൻഡ് ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ വേറെ പോവുകയും ഈ തണുപ്പും കാലാവസ്ഥയും ഒന്നും വകവയ്ക്കാതെയൊക്കെ കഷ്ടപ്പെടുകയും, കാരണം അവർ ചിന്തിക്കുന്നത് ഈ 25 ലക്ഷവും 30 ലക്ഷവും ലോൺ എടുത്തിട്ട് ഞാൻ വന്നിട്ട് എത്രയും വേഗം ഈ പൈസ തിരിച്ചടക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. അവർ അത്രയും എന്താ പറയുക, അവരുടെ ആരോഗ്യത്തിനോ പ്രായത്തിനോ പറ്റാത്ത രീതിയിൽ ജോലി എടുക്കുകയും കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അവരാണ് ഇനി തിരിച്ചു വരാൻ പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അവരാണ്. അവരുടെ കടബാധ്യത മാറിക്കഴിഞ്ഞാൽ അവർ വരും. കാരണം അവർ വരേണ്ടി വരും ടീച്ചർ, അവർ വരേണ്ടി വരും. കാരണം ഇവർക്ക് അവിടെ ഒരു വിസ കിട്ടിയില്ലെങ്കിൽ, അവർക്ക് അവിടെ തുടർന്ന് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായാൽ they should come back. അവർ വന്നു കഴിയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഈ രാജ്യത്തുള്ള, നമ്മുടെ സംസ്ഥാനത്തുള്ള വലിയ അവസരങ്ങളുടെ ലോകം അവർ മനസ്സിലാക്കുകയും അതനുസരിച്ച് അവർ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഓൺട്രപ്രണറിയൽ മൈൻഡ് സെറ്റോട് കൂടി ഇത്തരം മേഖലയിൽ കടന്നു വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അവിടെ അവർക്ക് പറ്റുന്ന ഒരു എക്കോ സിസ്റ്റം രൂപപ്പെടുത്തിയെടുക്കാൻ നമ്മുടെ സർക്കാരിന് സാധിച്ചാൽ, നമ്മുടെ പൊതുസമൂഹത്തിന് അവരെ കൂടി ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചാൽ, നമ്മൾ ചെറിയ ഈ പഴയ എന്താ പറയാ, നമ്മൾ പറയില്ലേ തന്ത വൈബ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ആ പഴയ ഒരു സാധനമൊക്കെ മാറ്റി വെച്ചിട്ട് അവരൊരു പക്ഷെ ബെർമുഡ ഇട്ടായിരിക്കും നടക്കുന്നത് അല്ലെ, അവരൊരു പക്ഷെ അല്പം സ്റ്റൈലായിട്ടൊക്കെ നടക്കുന്നുണ്ടാവും. പക്ഷെ അവരുടെ ഉള്ളിലും ഇവിടെ എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെന്നും അവനും ഈ സമൂഹത്തിന്റെ ഈ ഒരു സൊസൈറ്റിയുടെ എന്താ പറയുക സമ്പദ് വ്യവസ്ഥയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിവുള്ള ഒരാളാണെന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടി അവരെ ഒന്ന് അനുഭാവപൂർവ്വം ചേർത്ത് നിർത്താൻ സാധിച്ചാൽ they can do wonders here. അവിടെ അതിനകത്ത് അവരവിടെ നിന്ന് ആർജിച്ച വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. കാരണം അതൊക്കെ നമ്മളുടെ കോളേജുകളെയും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിലവാരത്തിൽ വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള കോളേജുകളിലാണ് പോകുന്നതെന്നാണ് അവർ പറയുക. പക്ഷെ അവർക്ക് നേടുന്ന വിദ്യാഭ്യാസം ആ നിലയുള്ള വിദ്യാഭ്യാസമായിരുന്നില്ല ഒരിക്കലുമല്ല. കാരണം ഞാൻ അവിടുത്തെ കോളേജുകളിലെ പഠിക്കുന്ന വിദ്യാർത്ഥികളുമായിട്ട് നിരന്തരം സമ്പർക്കം ചെയ്തിട്ടുള്ള ഒരാളാണ്. നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ നിലവാരത്തിൽ വളരെ താഴെ നിൽക്കുക. പെട്ടിക്കടകൾ പോലെയുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ് ഈ പറഞ്ഞ ഹാർവാർഡും ഓക്സ്ഫോർഡും ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സും ഒക്കെ സ്വപ്നം കണ്ടാ പോകുന്നത്. പക്ഷെ അവിടുത്തെ പല സർവകലാശാലകളും പല കോളേജുകളും നമ്മുടെ ഇവിടെയുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനേക്കാളും വളരെ ലോയാണ്. ഒരു ക്ലാസ് ഒഴിവാക്കി നിർത്തിയാൽ ബാക്കിയുള്ളതെല്ലാം ഒരു ക്രീമി ലെയർ വേറെയുണ്ട് കേട്ടോ, ഒരു ക്രീമി ലെയർ വേറെയുണ്ട്. അതിനെ കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനവും വളരെ ദയനീയമായ അവസ്ഥയിലാണ്. അതുകൊണ്ട് ഇവരെ അബ്സോർബ് ചെയ്യാൻ ഈ ബജറ്റിൽ ഒരു സിൽവർ എക്കോണമി എന്ന് പറഞ്ഞൊരു വാക്ക് കയറിയിട്ടുണ്ട്. സിൽവർ എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവിടുത്തെ പോലെ തന്നെ കെയർ ഹോംസുകൾ ഇവിടെയും തുടങ്ങുകയും സീനിയർ സിറ്റിസൺസിന്റെ പുനരധിവാസം, ഇപ്പം ഓൾഡ് ഏജ് ഹോം എന്നുള്ള വാക്കൊക്കെ മാറ്റി കേട്ടോ, സീനിയർ ലിവിങ്, അസിസ്റ്റഡ് ലിവിങ് എന്നൊക്കെ പറഞ്ഞുള്ള വാക്കുകളിൽ അത് മനോഹരമായിട്ട് പോസിറ്റീവ് തിങ്കിങ് ആണ്. അങ്ങനെ ഈ ഒരു അസിസ്റ്റഡ് ലിവിങ്ങിലേക്ക് വരുമ്പോഴാണ് ധാരാളം പേര് ഇത് പഠിപ്പിക്കാൻ പോകണം എന്നുള്ള ഈ ബജറ്റിലെ ഒരു പ്രോമിസ് കണ്ടത്. ധാരാളം പേരെ കെയർ ഗിവിങ് കോഴ്സ് പഠിപ്പിച്ച് 1000 പേരെങ്കിലും തൽക്കാലം പഠിപ്പിച്ചിറക്കുക. എന്നിട്ട് ഹൗ ഫാർ ദേ ആർ പ്ലേസ്ഡ് എന്ന് നോക്കിയിട്ട് അടുത്തൊരു നിരയെ ഇറക്കുക. ഇങ്ങനെയൊക്കെയുള്ള
ചില തോട്ട് പ്രോസസ്സ് ഈ ബജറ്റിൻ്റെ ഇൻ ബിറ്റ്വീൻ ലൈൻസിൽ കിടപ്പുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഈ ബൗണ്ടറി ലൈൻ വരയ്ക്കാൻ എക്യുപ്ഡ് ആയില്ലെങ്കിൽ, എക്കണോമിക്സിൽ ഞങ്ങൾ പറയാറുണ്ട്, നമ്മളൊരു പ്രത്യേക ജീവിത നിലവാരത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ മുകളിലോട്ട് ഇങ്ങനെ ഗ്രാഫ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് വന്നത് വരയ്ക്കാൻ വലിയ പാടാണ്. റെഡ്യൂസ് ദ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, തിരിച്ചു വരാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് വലിയ സംഭവം ഇല്ലെങ്കിലും ടു മെയിൻറ്റെയിൻ, അതായത് ഞങ്ങളിങ്ങനെ പറയും, എക്കണോമിക്സിൽ പറയേ, അയൽവക്കത്തുകാരനെ അത്രയും തന്നെ എനിക്ക് വേണമെന്ന് ചിന്തിക്കുന്നത് നോർമൽ, അവനെ സർപ്പാസ് ചെയ്ത് എനിക്ക് വേണമെന്ന് ചിന്തിക്കുന്നതാണ് ഇച്ചിരി സംഭവം. അപ്പം അത് വരാതെ സർപ്പാസ് ചെയ്യേണ്ട, അറ്റ്ലീസ്റ്റ് ടു മെയിൻറ്റെയിൻ ചെയ്യുക. കീപ്പിംഗ് വിത്ത് ദ ജോണസസ് എന്നാണ് എക്കണോമിക്സിൽ ആ തിയറിക്ക് പറയുന്നത്. കീപ്പിംഗ് വിത്ത് ദ ജോണസസ് മീൻസ് നെയ്ബർഹുഡ്. അപ്പം അതിന് പറ്റിയ രീതിയിലൊരു സംവിധാനം ഇവിടെ കൊടുത്തില്ലെങ്കിൽ EQനെ എഫക്റ്റ് ചെയ്യും, ദ ഇമോഷണൽ ക്വസ്റ്റ്യനെ എഫക്റ്റ് ചെയ്യും. അപ്പം 2 കാര്യങ്ങൾ ഇവിടെ സംഭവിക്കണം. ഒന്ന്, അവരൊരു ബൗണ്ടറി ലൈൻ വരയ്ക്കാൻ എക്യുപ്ഡ് ആകണം, എനഫ്. അതായത് നത്തിങ് മോർ നത്തിങ് ലെസ്, ജസ്റ്റ് എനഫ്. എക്കണോമിക്സിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന വാക്കിന് ത്രിഫ്റ്റ് എന്നാണ്, മിതവ്യയം എന്ന് പറയും, പിശുക്കല്ല, മിതവ്യയം. അപ്പം ആ ഒരു മിതവ്യയത്തിൻ്റെ ബൗണ്ടറി ലൈൻ വരയ്ക്കാൻ തയ്യാറാവുകയും ഇവരുടെ EQ താഴോട്ട് പോകാതിരിക്കുകയും ചെയ്യണം. കാരണം ഒരു സോഷ്യൽ കോഷ്യൻറ്റ് അല്ലെങ്കിൽ ഒരു EQനെ ബേസ് ചെയ്തൊരു സോഷ്യൽ കോഷ്യൻ, സോഷ്യലൈസേഷൻ എന്നുള്ളൊരു പോയിന്റ് അവിടെ വന്നല്ല. മാൻ ഈസ് ബേസിക്കലി സോഷ്യൽ ബീയിങ്. അപ്പോൾ സമൂഹത്തിൽ നമ്മുടെ ഒരു വില എന്നൊക്കെ പറയുന്നത് ഏതൊരുത്തനും അവൻ്റെ അന്തസ്സാണ്. അന്തസ്സോടെ ജീവിക്കുക എന്നുള്ളത് ഏതൊരു പൗരന്റെയും അവകാശമാണ്. റൈറ്റ് ഓഫ് എ സിറ്റിസൺ ആണ് ഡിഗ്നിഫൈഡ് ലൈഫ്, ഡിഗ്നിറ്റി ഓഫ് ലൈഫ്. അപ്പം അവനൊരു ഡിഗ്നിറ്റി ഓഫ് ലൈഫ് പ്രദാനം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ഇപ്പം നേരത്തെ പറഞ്ഞ 50 ലക്ഷം 60 ലക്ഷം അതിഥി തൊഴിലാളികളുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇവൻ പ്രതീക്ഷിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ഉണ്ട്. ഈ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് പ്രൊവൈഡ് ചെയ്യാൻ സർക്കാർ മാത്രമല്ല, സൊസൈറ്റി ചിന്തിക്കണം, ഇവിടുത്തെ ഓണ്ടർപ്രണേഴ്സ് കൾച്ചർ ചിന്തിക്കണം. മനസ്സിലായി? ഇവിടുത്തെ പറഞ്ഞതിന്റെ ഒരു എസൻസ് ഞാൻ മനസ്സിലാക്കിയത്, ഇവർ ഏത് തരത്തിലുള്ള ജോലികളും എന്ന് വെച്ചാൽ അങ്ങനെ ആയിരിക്കില്ല, പക്ഷെ ഇവർ കുറെ ഹംബിൾഡ് ആയിട്ടാണ് വരിക. തീർച്ചയായിട്ടും ഈ ഒരു നാട്ടിൽ കിട്ടാത്ത, അവർക്ക് ഇപ്പൊ സാമ്പത്തികമായി അവർ തിരിച്ചു വരുമ്പോൾ പോലും അവരൊരു പക്ഷെ ഏൺ ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ ലൈഫ് എക്സ്പീരിയൻസ്. ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറയാം, ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ പോയി കുറച്ച് നാൾ ജീവിച്ചിട്ട് തിരിച്ചു വരുന്ന ആൾക്കാർ ഡ്രൈവ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, അവർ കുറച്ചും കൂടി ഡിസിപ്ലിൻഡ് ആയിട്ടായിരിക്കും ഡ്രൈവ് ചെയ്യുക, അല്ലെ? നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഹോൺ അടിച്ച് പോകുമ്പോൾ, അതിനെ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ അവർ മനസ്സിൽ ഭയങ്കര അസ്വസ്ഥരാണ്. പ്രത്യേകിച്ച് അവർക്ക് പറ്റുന്നില്ല, കാരണം അവിടെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫിലൂടെ അപ്പൊ ആ ഒരു കൾച്ചറിലൂടെ കുറച്ചു നാളെങ്കിലും കടന്നുപോയ വ്യക്തികൾക്ക് ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റോടു കൂടി ആയിരിക്കും അവർ വരിക. പക്ഷെ അവരെ നമ്മുടെ സമൂഹം എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ അവനവിടെ UK-ലും കാനഡയിലും ഒക്കെ പോയി അവിടെ കുറെ ജോലിയില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് തിരിച്ചു വന്നു, അവനിപ്പോ ദേ അവിടെ തട്ടുകടയിട്ട് ജീവിക്കുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഡീഗ്രേഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇയാള് വല്ലാതെ ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയുള്ളവര്, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഇക്കോ സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇതൊരു സാമൂഹ്യ യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കണം. ആ സാമൂഹ്യ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനായിട്ട് നമ്മുടെ സമൂഹത്തെ നമുക്ക് പഠിപ്പിക്കണം. അത് സർക്കാർ വിചാരിച്ച, ടീച്ചർ പറഞ്ഞ പോലെ സർക്കാർ വിചാരിച്ചാൽ മാത്രം നടക്കുന്ന ഒരു കാര്യം. ഇടവകകൾക്ക്, നമ്മുടെ രൂപതകൾക്ക്, നമ്മുടെ ദേവാലയങ്ങൾക്ക്, നമ്മുടെ സഭകൾക്ക്, ഇവർക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ വിഷയങ്ങളിൽ? അല്ല, ഈ വിഷയങ്ങളിൽ ഇങ്ങനെ സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീമുകൾക്കുള്ള സാധ്യതകൾ നമ്മുടെ ബാങ്കുകളുമായിട്ടൊക്കെ ചേർന്നുകൊണ്ട് അങ്ങനെയൊക്കെയുള്ളൊരു, പിന്നെ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന ഒരു SHG ഒക്കെ ഉണ്ടല്ലോ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാ ഇടവകകൾക്കും ഉണ്ട്, അല്ലെങ്കിൽ എല്ലാ രൂപതകൾക്കും ഉണ്ട്. എല്ലാ രൂപതകൾക്കും സോഷ്യൽ സർവീസ് സൊസൈറ്റി ഉണ്ട്. എല്ലാ രൂപതകൾക്കും ഫാമിലി അപ്പോസ്റ്റലേറ്റ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഈ ഒരു മേഖലയിൽ യൂത്ത് അപ്പോസ്റ്റലേറ്റ് ഉണ്ട്, യുവജനക്ഷേമത്തിന്. സത്യത്തിൽ കത്തോലിക്ക സഭയെ പോലെ ഈ കൊച്ചുങ്ങൾക്ക്, അൾത്താര കൊച്ചുങ്ങളെ തുടങ്ങി ഫ്രാൻസിസ്കൻ 3-ാം സഭ വരെ, വിൻസെന്റ് പോൾ വരെ ജീവിതത്തിന്റെ ഏത് പ്രായത്തിലും സംരക്ഷിക്കുന്ന കത്തോലിക്ക സഭയെ പോലെ മനുഷ്യന്റെ ആത്മീയ കാര്യത്തിൽ ജനിച്ചാൽ ഉടൻ തന്നെ മാമോദീസ എല്ലാം, മരിച്ചാലും വിടാതെ, മരിച്ചു കഴിഞ്ഞ് 7, 30, 41 മരിച്ചവർക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ ഒരാളുടെ ജനനം മുതൽ മരണവും മരണത്തിന് ശേഷവും ആത്മീയമായി കരുതുന്ന ഒരു സംവിധാനമാണ് കത്തോലിക്ക സഭയ്ക്കുള്ളത്. അതേ സംവിധാനം ഇവന്റെ ഭൗതിക ജീവിതത്തിലേക്കും കൂടി കൊണ്ടുവരത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഇപ്പൊ പള്ളിയോടൊക്കെ ചേർന്നുകൊണ്ട് ചില ഓണ്ടർപ്രണേഴ്സ് ക്ലബ്ബ് ചിന്തിക്കാവുന്നതാണ്. ഇനി ഓരോ വീടുകളിലും എന്തെങ്കിലുമൊക്കെ കരകൗശലങ്ങൾ, എന്തെങ്കിലുമൊക്കെ അവർക്ക് പറ്റുന്ന സാധ്യതകൾ ഇപ്പോഴും ശരിക്കും പറഞ്ഞ, എന്നിട്ട്
പള്ളിയോട് ചേർന്ന്, പള്ളിക്കകത്ത് പാടില്ല കേട്ടോ, പള്ളി വേറെ കാര്യങ്ങൾക്കുള്ളതാണ്. പള്ളിയോട് ചേർന്ന് ഒരു പാരിഷാള വല്ലതും ഉണ്ടെങ്കിൽ അവിടെ ഒരു എന്റർപ്രണർഷിപ്പ് മേള, ഓരോ വീട്ടിലും ഉണ്ടാക്കിക്കൊണ്ടുവന്ന സാധനങ്ങൾ ഡിസ്പ്ലേ ആൻഡ് സെയിൽ. ഇപ്പോഴത്തെ കാലത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അതെ അതെ സെയിൽ നടക്കും. എത്രയോ ഓൺലൈൻ സെയിൽ നടന്നുള്ളൂ. ഓൺലൈൻ ഇൻസ്റ്റാഗ്രാമിലൂടെ കണ്ണോടിച്ച് നോക്കുമ്പോൾ പെൺകുട്ടികൾ, പ്രത്യേകിച്ച് ഈ എന്താണ് ആർട്ടിസ്റ്റുകൾ, അവര് ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നു, ചിത്രങ്ങൾ എടുത്ത് അയച്ചു കൊടുക്കുന്നു. എത്രയോ വൈവിധ്യപൂർവമായ ബിസിനസ് സാധ്യതകൾ ഈ പെൺകുട്ടികൾ, ഈ ഡിഗ്രി വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ ചെറുപ്പക്കാരാണ്. എത്രയോ പ്രത്യേകിച്ച് മലബാർ മേഖലയിലൊക്കെ ധാരാളം ഗിഫ്റ്റ് ഷോപ്പുകൾ സ്വന്തമായി നടന്ന പെൺകുട്ടികൾ. ഇവരെയൊക്കെ ഓർത്ത് വല്ലാത്ത അഭിമാനമാണ്. ചെറുപ്പത്തിൽ തന്നെ അവർ ലക്ഷങ്ങൾ ഏൺ ചെയ്യുന്നു. അത് ഇൻസ്റ്റാഗ്രാമിലൂടെയുള്ള ആർട്സ് വേറെ, യൂട്യൂബിലുള്ള ആർട്സ് വേറെ, സോഷ്യൽ മീഡിയയിലുള്ള വരുമാനം ഉണ്ടാക്കുന്ന എത്രയോ ചെറുപ്പക്കാർ. അവര് വേറെ ഒന്നും അവർക്ക് മാർക്കറ്റ് ചെയ്യേണ്ട, അവരുടെ വീഡിയോ, ആ വീഡിയോയിൽ വരുമാനവും കിട്ടും. അവർക്ക് കുഞ്ഞുനാൾ മുതൽ ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി കിട്ടിയിട്ടുണ്ട്. ഫിനാൻഷ്യൽ ലിറ്ററസി ഒരു 15 വയസ്സ് വരെയൊക്കെ പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്താൽ മതി. 15 വയസ്സ് കഴിയുമ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതിനൊരു വീതമെങ്കിലും ഞാൻ ക്രിയേറ്റ് ചെയ്യണം. അത് പണ്ട് കാലത്ത് ആകെ ട്യൂഷൻ പഠിപ്പിക്കൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഈ പറഞ്ഞ പോലത്തെ ഹാൻഡ് മെയ്ഡ് പ്രോഡക്ട്സ്, ചില ജുവലറി മേക്കിംഗ്, സ്വർണ്ണത്തോട് കിടപിടിക്കുന്ന എന്തെല്ലാം നല്ല രസമുള്ള ജുവലറി മേക്കിംഗ്, സ്റ്റിച്ചിങ്, ഫാഷൻ ഡിസൈനിങ്, കോസ്മെറ്റോളജി, ബ്യൂട്ടി അറിയാവുന്നവർ അല്ലേ, ചുമ്മാ എന്തെങ്കിലും ഇതൊക്കെ ഈ വീടുകളിൽ ചെയ്യുന്ന. എന്തുപോലെ ആൺകുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി മേഖലകളുണ്ടല്ലോ. ടൂറിസ്റ്റ് ഗൈഡ് ആകുക, ടൂർ ഓപ്പറേറ്റർ ആകുക, ഇങ്ങനെ പല മേഖലകളുണ്ട്. ഇതൊക്കെ ഞാനും കൂടി ഏൺ ചെയ്യണം. ഇനിയുള്ള എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വീതം എൻ്റെ കോൺട്രിബ്യൂഷൻ ആയിരിക്കണമെന്ന് അവർ ചിന്തിച്ചാൽ രക്ഷപ്പെട്ടു. അറിയാം. ഞാൻ പറയാം, ഇതൊരു അവസരങ്ങളുടെ ഒരു വലിയ ലോകം നമുക്ക് മുമ്പിലുണ്ട്. അത് ഒരു പരിധിവരെ നമ്മുടെ പുതിയ തലമുറ മനസ്സിലാക്കുന്നുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ കഴിഞ്ഞ ദിവസം യൂബറിൽ യാത്ര ചെയ്തപ്പോൾ യൂബറിന്റെ ഡ്രൈവർ എന്ന് പറയുന്നത് എംടെക്കുകാരനാണ്. അദ്ദേഹം ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അയാൾ പറഞ്ഞ ഞാനൊരു 2 വർഷത്തേക്ക് ബ്രേക്ക് എടുത്തിരിക്കുക, എനിക്ക് സ്ട്രെസ് താങ്ങാൻ പറ്റുന്നില്ല. അപ്പം എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഓപ്ഷൻ ഒന്ന് ബ്രേക്ക് എടുക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ 2 വർഷമായിട്ട് അദ്ദേഹം യൂബർ ഓടിക്കാൻ വേണ്ടി വരിക. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് വരുമാനം കിട്ടും? എനിക്കൊരു 2000 രൂപ ദിവസം കിട്ടും, ഒരു 500-600 രൂപയുടെ ചിലവേ ഉള്ളൂ എനിക്ക്. ബാക്കി ഞാൻ ഹാപ്പിയാണ്, എനിക്ക് എൻ്റെ ഫാമിലിനെ നോക്കാൻ പറ്റുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഞാൻ അതിൽ സംതൃപ്തനാണെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ പുതിയ തലമുറ ഇപ്പം നമ്മൾ പല കേസുകളും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പല വലിയ ജോലികളൊക്കെ രാജിവെച്ച് കൃഷിയിലേക്ക് ഇറങ്ങുന്നു, അല്ലെ, ടൂറിസത്തിലേക്ക് ഇറങ്ങുന്നു, പുതിയ മേഖലകളിലേക്ക് പുതിയ ഇപ്പൊ വെറൈറ്റി ഫാർമർ എന്ന് പറഞ്ഞിട്ടൊരു ചെറുപ്പക്കാരനെ നമുക്കറിയാം അല്ലെ, ചേർത്തലയില് ഓടി കാറിലാണ് നടക്കുന്നത്, ഒരു കൃഷിയാണ്. പുള്ളി ഇതുപോലെ തന്നെ സോഫ്റ്റ്വെയർ മേഖലയിൽ നിന്ന് അത് മാറ്റി വെച്ചിട്ട് കൃഷിയിലേക്ക് ഇറങ്ങിയ ആൾക്കാരാണ്. അപ്പം നമ്മുടെ സമൂഹത്തിൽ ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്, ഇവർക്കൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഒരു അനുഭവത്തിൽ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ചെന്നിരുന്നിട്ട് അവിടെ നിന്ന് നമ്മൾ കേരളത്തിലേക്ക് നോക്കുമ്പോൾ തുറന്നു കിട്ടുന്നത്, നമ്മുടെ മുമ്പിൽ കാണുന്നത് മുഴുവൻ സാധ്യതകളാണ്, അവസരങ്ങളാണ്. ഇവിടെ നമ്മൾ തിരിച്ചാണ് നമ്മൾ അവിടെ ഇരുന്നപ്പോൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇവിടെ ആയിരുന്നപ്പോൾ ഇതൊന്നും നമ്മൾക്ക് മനസ്സിലായില്ലല്ലോ, തോന്നിയില്ലല്ലോ അത് മനസ്സിലായി. അപ്പൊ ആ ഒരു തിരിച്ചു വരാൻ സന്നദ്ധരായി നിൽക്കുന്ന ചെറുപ്പക്കാരെ ഉൾക്കൊള്ളാൻ ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ തയ്യാറാണോ? ആ സമൂഹം എന്ന നിലയിൽ നമ്മൾ എന്താണ് അവർക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്? നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ സോഷ്യൽ സർവീസ് സൊസൈറ്റികൾക്കൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കേരളത്തിലെ എല്ലാ രൂപതകൾക്കും സോഷ്യൽ സർവീസ് സൊസൈറ്റികളുണ്ട്. അവർ ചെയ്യുന്നത് ഈ പറഞ്ഞ, ഞാൻ നെഗറ്റീവായിട്ട് പറയുകയല്ല, ത്രിഫ്റ്റ്, അതായത് നമ്മുടെ SHGകൾ ഫോം ചെയ്യുക, അവർക്ക് ലോൺ കൊടുക്കുക, ലോൺ ക്രയം ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് കുറച്ചുകൂടി ഇത്തരം കാതലായ പ്രശ്നങ്ങളായിട്ട് ശ്രമിച്ചാൽ ഈ വിദേശ രാജ്യങ്ങളിലുള്ള രൂപതകളിൽ നമ്മുടെ വൈദികരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, നമ്മുടെ രൂപതാ സംവിധാനങ്ങളുണ്ട്. ഇവരുടെയൊക്കെ കുറച്ചും കൂടെ കാര്യക്ഷമമായ പ്രവർത്തനം ഉണ്ടെങ്കിൽ, ഒരു കൃത്യമായ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറെ ചെറുപ്പക്കാർക്കൊക്കെ അവിടെ എക്സിസ്റ്റൻസ് സാധ്യമാവും അല്ലെ? തീർച്ചയായിട്ടും. കത്തോലിക്ക സഭയ്ക്ക് ആ മേഖലയിൽ കൂടുതൽ ചെയ്യാൻ പറ്റും. കാരണം നമ്മളുടെ ഉണ്ട് കുറച്ച് വളരെ ചുരുക്കം അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിതിൻ പറഞ്ഞതുപോലെ കുറേയും കൂടി നമുക്ക് ആ മേഖലയിൽ ചെയ്യാൻ പറ്റും. കാരണം അവര് ഒരു ജീവിതവും ഒക്കെ സ്വപ്നം കണ്ടിട്ടാണ് അവിടെ നിൽക്കുന്നത്. എത്ര അവർ ആഗ്രഹിക്കുന്നത് തിരിച്ചു വരിക എന്ന് പറയുന്ന ഒരു ലാസ്റ്റ് ബസ്സായിട്ടാണ് അവർ കാണുന്നത്. അതേസമയം ആ ബസ്സിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവർക്കൊരിടം കാണിച്ചു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ദാറ്റ് ഇസ് ദ ബെസ്റ്റ്, നോ? അപ്പൊ ആ ഒരു സാധ്യത ചെയ്യാൻ പറ്റുന്നവര് നമ്മുടെ സഭയും സംവിധാനങ്ങളും തന്നെയാണ്.
കുറച്ചൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ചെയ്യുന്നുണ്ട്. വിസ റിന്യൂ ചെയ്ത് കൊടുക്കുന്നവരെ എനിക്കറിയാം. അതെ അതെ. വിസ കിട്ടുന്നത് വരെ, അടുത്ത വിസ കിട്ടുന്നത് വരെ ഒരു റീഹാബിലിറ്റേഷൻ പോലെ ഒരു സംഭവം ചെയ്തു കൊടുക്കുന്നവരെ അറിയാം. അതെല്ലാം ഒരു മിഷനായി നമുക്ക് തോന്നുന്നുണ്ട്. അതെല്ലാം നമ്മുടെ മനുഷ്യ ജീവിതത്തിന്റെ ഏത് ഭാഗത്തെ മിഷനായി ഞാൻ പറഞ്ഞത് ഈ രൂപതകളും ഈ സംവിധാനങ്ങളും കുറച്ച് വിശാലമായി അത് കാണേണ്ടതുണ്ട്. എണ്ണത്തെ വെച്ച് നോക്കുമ്പോൾ ഇത് തുലം കുറവാണ്. കുറവാണ്. നമുക്ക് ചെയ്യാൻ കഴിയുമായിരുന്ന നന്മ അല്ലെ ചെയ്യാതിരിക്കുന്നതാണ് മോശമെന്ന് ബൈബിൾ എന്ന് പറയുന്ന പോലെ. അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. നമുക്ക് ഇനിയും ചെയ്യാൻ പറ്റും. അവർക്കും അവരുടേതായ പരിമിതികൾ അവിടെയുണ്ട്. അവരവിടെ ചെന്ന് പെട്ടിരിക്കുന്നത് പാസ്റ്റൽ വർക്കിനാണ്, ഒപ്പം സ്റ്റഡീസിനാണ്. വേറെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല പലർക്കും. അവർക്ക് അവരുടേതായ കുറെ നിയമപരമായ കുറച്ച് പരിമിതികളുണ്ട്, കൺസ്ട്രെയിൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരും നമ്മൾ നേറ്റീവായിട്ട് പറയുകയല്ല, അവരെ എന്തിനാണോ നിയോഗിച്ച് അയച്ചിരിക്കുന്നത് അതിനോടാണ് അവരുടെ പ്രൈമറി അക്കൗണ്ടബിലിറ്റി. അപ്പോൾ തീർച്ചയായിട്ടും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ധാരാളം ചെറുപ്പക്കാർ ആ രാഷ്ട്രത്തിൻ്റെ സാധ്യതകൾ വിട്ട്, അല്ലെങ്കിൽ ആ രാഷ്ട്രത്തിൻ്റെ പരിമിതികൾ വിട്ട് തിരിച്ച് നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടത് അതൊരു യാഥാർത്ഥ്യമായി തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്യാനും അഡ്മിറ്റ് ചെയ്യാനും മലയാളി സമൂഹത്തിന് സാധിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും വിശാല മനസ്സോടെ അവരെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നത്. സർക്കാർ തലങ്ങളിൽ അല്ലെങ്കിൽ സഭാ തലങ്ങളിലൊക്കെ ധാരാളം ഇടപെടലുകൾ ഇനി നടത്തിയില്ലെങ്കിൽ അവരുടെ തിരിച്ചുവരവ് മറ്റൊരു ദുരന്ത കഥയായി മാറും എന്നതിൽ സംശയമില്ല. ഒത്തിരി അവസരങ്ങളുള്ള ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ആ അവസരങ്ങൾ കൃത്യമായി അടുക്കി അവർക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ, അവരെ ചേർത്ത് പിടിക്കുവാൻ നമ്മളുടെ സമൂഹത്തിന്, സഭയ്ക്ക്, സർക്കാർ സംവിധാനങ്ങൾക്ക് സാധിക്കുമ്പോഴാണ് നമുക്ക് പ്രതീക്ഷയുടെ ഈ പുലരി കാണാൻ സാധിക്കുന്നത്. ഈ ചർച്ചയിൽ എൻ്റെ ഒപ്പം കൂടെ ചേർന്ന വിശിഷ്ട വ്യക്തികൾക്ക്, ഒപ്പം പ്രിയ പ്രേക്ഷകർക്ക്, ഷെക്കേന ഫയർ റൂമിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.